എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സിന്ധു കൃഷ്ണയുടെ ചേച്ചിയുടെ മകള് തൻവി വന്ന് അവരുടെ ചാനലിൽ ഇട്ട വീഡിയോ. ആ വീഡിയോയില് അവരെവിടെയും സിന്ധു കൃഷ്ണ അവരുടെ അമ്മൂമ്മയെ നോക്കുന്നില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ കമന്റ് ബോക്സിൽ എന്നോട് അങ്ങനത്തെ ചോദ്യമുണ്ട്, അവരെവിടെയും പറഞ്ഞോ, പിന്നെ ഇല്ലാത്ത നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തൻവി എവിടെയും സിന്ധു കൃഷ്ണ ഞാൻ ഫാമിലിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഒരു വീഡിയോ കോൾ കാണിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് അമ്മൂമ്മ സംസാരിക്കുന്നതിന്റെ അകത്ത് അമ്മൂമ്മ പറയുന്നുണ്ട്, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ പോലും വരുന്നില്ല എന്നുണ്ട്. ആ ഒരു വാക്ക് കേട്ടിട്ട് കമന്റ് ബോക്സ് മൊത്തം സിന്ധു കൃഷ്ണയ്ക്കൊക്കെ എതിരായിട്ട് കുറച്ചു പേര്, പിന്നെ സിന്ധു കൃഷ്ണയ്ക്കയുടെ ഫാൻസ് ഒക്കെ നേരെ തിരിച്ചു. അപ്പൊ ഇന്നലെ എനിക്കൊരു കമന്റിൽ പന്തയം വെച്ചിട്ടുണ്ട് ഒരാള് വന്ന്, യൂട്യൂബർക്ക് ധൈര്യമുണ്ടോ പന്തായം വെക്കാന്നുള്ളത്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, കാനഡയിൽ മെറ്റേണിറ്റി ലീവ് 1 വർഷമാണ്. ഈ പെൺകുട്ടി തൻവി ഇത്രയും സഹതാപം സൃഷ്ടിച്ച് ആൾക്കാരുടെ സഹതാപം നേടാൻ വേണ്ടി പറയുന്ന കറക്റ്റ് 1 വർഷം കഴിയുമ്പോൾ ആ പെൺകുട്ടി തിരിച്ചു പോകും. ഇതൊക്കെ വെറുതെ കാണിക്കുന്നതാണ്. എനിക്ക് കണ്ടിട്ട് ആ കൊച്ചങ്ങനെ പ്രഹസനം കാണിച്ചല്ല. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ഒരു ബാക്ക് ഹിസ്റ്ററിയും കൂടെ നമ്മൾ നോക്കണം. ഈ തൻവിയുടെ അമ്മ ഇതിന്റെ അകത്ത് കമന്റ് ഉണ്ടായിരുന്നു. തൻവിയുടെ അമ്മ കല്യാണം കഴിച്ച് ഈ തൻവി ഉണ്ടായതിനു ശേഷം തൻവിയുടെ അച്ഛൻ മരിച്ചു പോന്നു. ഈ തൻവിയുടെ അമ്മ മറ്റൊരു വിവാഹം കഴിക്കുന്നു. അപ്പൊ ഈ തൻവിയെ സംരക്ഷിച്ചതും വളർത്തിയതും നോക്കിയതുമില്ല ഈ അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അപ്പൊ ആ കുട്ടിക്ക് അച്ഛൻ അമ്മ എന്നുള്ള സ്നേഹം വരുന്ന ആരോടാണ്? നമുക്ക് അതിനെ ചിന്തിച്ചറിയാം, അപ്പൂപ്പനും അമ്മൂമ്മയോടുമാണ്. അപ്പൊ ഈ കുട്ടി പഠിച്ച് കാനഡ പോകുന്നു. അവിടുന്ന് ഈ അപ്പൂപ്പനെ അമ്മൂമ്മയും നല്ല സാലറി ഒക്കെ മേടിച്ചു കഴിഞ്ഞ് കാനഡ കൊണ്ടുപോകണമെന്നായിരുന്നു ആ കുട്ടിയുടെ ആഗ്രഹം. അത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് വിളിച്ചിട്ട് അപ്പൂപ്പൻ വാ മോളെ വാ എന്നും പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം ആയിട്ട് അതിന്റെ ആഗ്രഹങ്ങൾ, അപ്പൂപ്പനെ അമ്മ കാനഡയെ കൊണ്ടുപോകാന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റാതെ അപ്പൂപ്പൻ ഈ ലോകം വിട്ടുപോകുമ്പോ അതിൻ്റെതായ ഒരു ഷോക്കും വിഷമവും ഉണ്ട്. എന്നെ കുഞ്ഞിലെ മുതലേ എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മയാണ് വളർത്തിയത്. അപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അപ്പൂപ്പൻ അമ്മൂമ്മ എന്നോട് മക്കളെ വാ നമുക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഓക്കെ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പൻ അമ്മൂമ്മയുണ്ട്. പിന്നെ കഴിഞ്ഞ 1 വർഷം അപ്പൂപ്പന് ഹോം നേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വീട് തൂത്ത് തുടയ്ക്കാൻ ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ മാസം അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ചിലവിന് വേണ്ടിയിട്ട് എന്നെ കൂടെ പറ്റുന്ന അത്രയും ഞാൻ അയച്ചു കൊടുക്കുന്നു. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണമായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ടല്ലേ യുജുവായിട്ട് വീണ്ടും അടുത്തത്. അപ്പോൾ അതുവരെ എന്നെക്കൊണ്ട് വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അയക്കുമായിരുന്നു. പിന്നെ ഈ ഹോം നേഴ്സിനല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ അയക്കുമായിരുന്നു. അപ്പോൾ അവരുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിന് ഞാൻ പിന്നെ അവരെ വിളിക്കുമ്പോൾ വരാം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. അവസാനം ഞാൻ മറ്റേ പ്രഗ്നൻ്റ് ആയ സമയത്ത് അപ്പൂപ്പൻ മക്കളെ നീ വരുന്നില്ലേ, മക്കളെ നീ എപ്പോൾ വരും. അപ്പം ഞാൻ അപ്പോൾ ചുമ്മാ അപ്പൂപ്പ ഞാൻ എന്തായാലും ഇനി കൊച്ചു ജനിച്ച് കുറച്ച് മാസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. നിങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുണ്ടല്ലോ. അത് മാത്രമല്ല ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും സ്ഥിരം നിൽക്കുന്നില്ലായിരുന്നു. നമ്മുടെ ഇച്ചിരി വലിയ വീടാണ്, അവിടെ ഒരു 5 ബെഡ്റൂമുള്ള വീടാണ്. അപ്പോൾ അതെല്ലാം മൊത്തം ഡെയിലി വൃത്തിയാക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ഥിരം ആൾക്കാർക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതല്ല എങ്കിലും വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണും. ലൈക്ക് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ നിന്ന് ഒരാളുടെ അമ്മയ്ക്ക് വയ്യാതെയായി, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും ഞാൻ അപ്പൂപ്പനോട് പറയും അഡ്ജസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അവസാനം എൻ്റെ വളകാപ്പിൻ്റെ തലേ ദിവസം വരെ അപ്പൂ പറഞ്ഞു, മക്കളെ നീ വന്ന് വരും. ഞാൻ വരാം അപ്പൂപ്പ, ടിക്കറ്റൊന്നും എടുത്തില്ല, നീ സമയമുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ കിടന്നെ ചുമ്മാ ഇപ്പോഴേ വിളിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് വരെ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത് അപ്പൂപ്പൻ ഇങ്ങനെ മരിച്ചു പോയെന്ന്. അത് തൻവി അപ്പൂപ്പന്റെ ആ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ അഹാനകൃഷ്ണയും അപ്പൂപ്പന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നത് കുറച്ചാൾ ഞാൻ ചോദിച്ചാൽ, അപ്പോൾ പാവം എന്നോട് ചോദിക്കാം, സിനിമയൊക്കെ ഒരു കുറവാണോ? ഞാൻ അത് കുഴപ്പമില്ല, അത് നല്ല സമയം വരും. അപ്പം പറയാം, ഞാൻ ചെന്നൈ പോയി ഒരു ലാൻഡ് വിറ്റിട്ട് വരുമ്പോൾ കുറച്ച് കാശ് കിട്ടും, 30-35 ലക്ഷം കിട്ടും. അതിന് ഞാൻ ഒരു 10 ലക്ഷം മോൻ തരാം. മോൻ വിഷ്ണുവോട് ചോദിക്കും, നമുക്ക് അത് വെച്ചൊരു സിനിമ എടുക്കാൻ പറ്റും. പുള്ളി ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ചോദിച്ചാൽ, ഈ തിങ്കിന്റെ ഒരു 10 ലക്ഷം രൂപ ആണെങ്കിൽ ചിലപ്പോൾ സിനിമയൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ കൊള്ളാം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആ ഒരു മനസ്സുണ്ടല്ലോ, 30 ലക്ഷം രൂപ അതിന്റെ ഒരു 1/3 എനിക്ക് എടുത്തു തരാം, ഞാൻ ഒരു സിനിമ ചെയ്താൽ എങ്ങനെയെങ്കിലും എനിക്കൊരു സിനിമ ഇട്ടാണെങ്കിൽ സിനിമ ഇട്ടേ എന്നുള്ളത്. ഇവിടെ ഇപ്പൊ ഇവരെ സിന്ധു കൃഷ്ണൻ ഫാമിലിയെ നമ്മൾ അധികം കുറ്റം പറയുന്നതല്ല. ഇത് കേരളത്തിന്റെ ഒരു അവസ്ഥയാണ്. പ്രായമായ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തെറിഞ്ഞ് അവരുടെ വീട്ടിൽ പോയി അവരെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ചുപേരാണ് പ്രായമുള്ളവരെ തിരിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് നിർത്തി നോക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ എല്ലാ കാര്യം നോക്കണം. ജോലിയുള്ളവരായിരിക്കും സ്ത്രീകൾ, ജോലിക്ക് പോകും. ചിലപ്പോൾ വേലക്കാരെ നിർത്താൻ സാമ്പത്തികം കാണുകയില്ല. വേലക്കാരെ നിർത്തിയാലും ഒരു കണക്കാണ്, ഉപദ്രവിച്ചും ഒക്കെ പോകത്തുള്ളൂ. അങ്ങനെ പ്രായമുള്ളവരെ സംരക്ഷിക്കാൻ മനസ്സുണ്ട് എന്നാൽ പറ്റാതെ നിൽക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. ഇവരുടെ കാര്യത്തിൽ മിക്കവരും കമന്റ് ഇട്ട എന്താ വെച്ചാൽ പ്രോപ്പർട്ടി വിഷയമാകാം. കാരണം ഈ പെങ്കൊച്ചിനായിരിക്കാം സ്വത്തല്ല എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ സ്വത്തൊക്കെ എല്ലായിടത്തും വിഷയം തന്നെയാണ്, പുറമേ പറയുന്നില്ലെങ്കിലും. ഈ കൊച്ചിനാണ് സ്വത്തല്ല എങ്കിൽ അവര് പിന്നെ നോക്കില്ല, ഉറപ്പായിട്ടും നോക്കത്തില്ല. അതങ്ങനെയാണ് നമ്മുടെ ഒരു രീതി പോകുന്നത്.
സ്വത്തും പണവും കംപ്ലീറ്റ് ആ പെങ്കൊച്ചിനെ എഴുതി വെച്ചിട്ട് അവരെ നോക്കുന്നത് ഞങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ നോക്കത്തില്ല ആൾക്കാര്. അത് എത്ര സ്നേഹം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ സിന്ധു കൃഷ്ണ ഇവിടെ മാതൃകാപരമായിട്ട് നിസ്വാർത്ഥമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്ന് വ്ളോഗ് ഇടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇല്ലെന്നൊന്നുമില്ല, ഇഷ്ടംപോലെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിസ്വാർത്ഥമായിട്ട് സ്വന്തം അമ്മയെ നോക്കി എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ പെൺകുട്ടി കാനഡയിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. ഇപ്പൊ ആൾക്കാർ വാദിക്കുന്ന പോലെ മെറ്റേണിറ്റി ലീവിൽ ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എന്നൊന്നുമില്ല, അതിനുവേണ്ടി വന്നെന്ന് പറയുന്നത്. അങ്ങനെയല്ല, അതിന്റെ ആ വല്യമ്മ വല്യച്ഛനെ ഇഷ്ടമുണ്ട്, അതിനെ വളർത്തിയത് അവര് തന്നെ. അത് നമുക്ക് കാണുമ്പോൾ അറിയാം, ബ്ലോഗ് കാണുമ്പോൾ അറിയാം. എവിടെ ഇവരെ അത് കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ കാര്യം, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ മറ്റൊരു വീഡിയോ ഇറങ്ങുന്നില്ലേ, കൃഷ്ണകുമാർജി എങ്ങനെ വേണം അമ്മയെ സംരക്ഷിക്കാൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു. അമ്മയെ കെട്ടിപ്പിടിച്ചൂടി, നീ എത്ര വലുത്. ഞാൻ പറഞ്ഞില്ല, എന്റെ അമ്മ, ഞാനും എന്റെ അമ്മയും വളരെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നവരാ. ഞങ്ങൾ അങ്ങനെ വലിയ സ്നേഹപ്രകടനങ്ങളോ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു. എന്നെ പേര് വിളിക്കത്തുള്ള അമ്മ. എന്നെ കെട്ടിപ്പിടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മേ ബി എനിക്ക് ഓർമ്മ വരുന്നതിന് മുമ്പ് അമ്മ എടുത്തിരിക്കാം, അല്ലാതെ ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഒരു സ്റ്റേജ് വന്നു, അമ്മ കിടപ്പായി. അപ്പൊ ഞാൻ എന്റെ ഈ മക്കളെയൊക്കെ നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഞാൻ എവിടെയോ ആലോചിച്ചു, എന്റെ അമ്മയും എന്നെ ഇതുപോലെ എടുത്തിരിക്കാമല്ലോ, പക്ഷെ ഞാൻ അമ്മയെ കെട്ടിപ്പിടിക്കുന്നല്ലോ. അങ്ങനെ അമ്മ കിടപ്പായിരുന്ന സമയത്ത് ഞാൻ ചെന്ന് അമ്മയെ മനഃപൂർവ്വം ബെഡിൽ നിന്ന് എടുത്ത് ഫ്രണ്ടിൽ കസേര കൊണ്ടൊക്കെ ഇരുത്തി നോക്കും. അപ്പൊ അമ്മ പറയും എടുക്കണ്ട, എനിക്ക് വയ്യെന്നൊക്കെ പറയും. അത് അമ്മയെ കൊണ്ട് ഇരുത്താൻ വേണ്ടിയിട്ടല്ലായിരുന്നു, എനിക്ക് അമ്മയൊന്ന് എടുക്കാനും അമ്മയെ തൊടാനും വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് എനിക്ക് അമ്മയില്ല, ഇതുപോലെ എത്രയോ പേര് കാണും, നമ്മൾ ആഗ്രഹിക്കും അമ്മയൊന്ന് തൊടണമായിരുന്നല്ലോ, കെട്ടിപ്പിടിക്കണമായിരുന്നു. അതുകൊണ്ട് ഈ പ്രോഗ്രാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെ നിങ്ങളുടെ അച്ഛൻ ആരെങ്കിലും പ്രായമായിട്ടൊക്കെ ഇരിക്കുന്നു, അല്ലെ പ്രായമൊന്നും നോക്കണ്ട, അവരെ എല്ലാവരെയും തൊടണം, കെട്ടിപ്പിടിക്കണം, പറ്റിയാൽ ഉമ്മ കൊടുക്കണം, അവരുടെ അടുത്ത് സ്നേഹത്തിൽ പെരുമാറണം. ഒരു ദിവസം ഉണ്ടാവും ഇവരില്ലാതെ വരുന്നൊരവസ്ഥ, അന്നേരം അതിന്റെ പെയിൻ അറിയത്തുള്ളൂ. എന്താണെങ്കിലും ആദർശം പ്രസംഗിക്കാനും മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ. കാരണം ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നല്ലോ, അടിച്ചു പിരിഞ്ഞത് നമ്മൾ കണ്ടില്ലേ, അന്നേരം അവരുടെ കഥകളൊക്കെ പുറത്തു വന്നത് നമ്മൾ കണ്ടല്ലേ. അതേപോലെയൊക്കെ തന്നെയുള്ള എല്ലാവർക്കും വളരെ ഉപദേശം അങ്ങോട്ട് കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇങ്ങനെ ഇത് പറയുമ്പോൾ ഇങ്ങനെ വീട്ടിൽ എന്താണ് നടക്കുന്നത് അറിയുന്നുണ്ടോ, വൈഫ് എന്താണ് ചെയ്യുന്നത് അന്വേഷിക്കുന്നുണ്ട്, അല്ലെ വൈഫിന്റെ ഫാമിലി എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് സ്വത്തും പണവും ഒന്നും നോക്കാതെ പ്രായമായ ഒരാളെ വല്ലപ്പോഴും പോയി ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെ ഒന്ന് ഫോൺ ചെയ്യുന്നെങ്കിലും ഉണ്ടെങ്കിൽ ഈ അമ്മൂമ്മ ഇങ്ങനെ പറയോ, ഫോണിൽ പോലും ആരും വിളിക്കുന്നില്ല എന്ന് അമ്മൂമ്മ പറയോ? ഞാൻ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് നേരമില്ല, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടിയെടുത്തോണ്ട് വന്നു, ഇത്ര നാൾ സമാധാനം ഉള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായിരുന്നാലും എന്റെ അപ്പൂപ്പൻ പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ആരെടുത്തരും ഇല്ല. ഇപ്പൊ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിൽക്കുന്നില്ല, അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല, ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്, അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മ. ഒരു സൈഡിൽ കൃഷ്ണകുമാർ അമ്മമാരെ എങ്ങനെ നോക്കണം, നിങ്ങൾ നോക്കണമെന്ന് ധർമ്മത്തിന്റെ ഒരു സിനിമ പറഞ്ഞ പോലെ ഫോൺ ചെയ്യുമ്പോഴത്തേന് അമ്മമാര് ഫോൺ ചെയ്യുമ്പോൾ മക്കൾക്ക് ഭയങ്കര കലിപ്പാണ്, ഭയങ്കര ധൃതിയാണ്, അത് വെച്ചിട്ട് പോകുന്നുണ്ടോ എന്നും ചോദിച്ചുള്ള ചാട്ടമാണ്. അവരില്ലാതാകുമ്പോഴേ അതിന്റെ വില അറിയൂ എന്ന് പറയുന്ന പോലെ തന്നെ കൃഷ്ണകുമാർ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മൂമ്മ ഇപ്പൊ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലേക്കാണ് വന്നിരിക്കുന്നത്. തൻവി അവരുടെ ഫാമിലി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ലല്ലോ, അമ്മൂമ്മ പറഞ്ഞതാണ് ആൾക്കാരെടുത്തത്, അല്ലാതെ തൻവി കുറ്റപ്പെടുത്തിയില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് റിയാക്ഷൻ ഇടുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്ന നിങ്ങൾ, അതായത് വന്ന് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ വൺ സൈഡാണ്. അതായത് ആ സിന്ധു കൃഷ്ണയുടെ ഫാൻസുകാരാണ് ഒരു സൈഡ് മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ അടിച്ചാക്ഷേപിക്കുന്നത്. നിങ്ങളും ആ അമ്മൂമ്മയുടെ ആ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെ നിങ്ങളത് കേൾക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെ നിങ്ങൾക്കും പ്രായമായ ആൾക്കാരോട് യാതൊരു ഇതുമില്ല. സിന്ധു കൃഷ്ണനെ കുറ്റപ്പെടുത്തി നിങ്ങൾ എന്തിനു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോഴും നിങ്ങൾ ആ അമ്മൂമ്മയുടെ വിഷമം കാണുന്നില്ല. ഒരാള് ഫോൺ ചെയ്യാൻ പോലും ഇല്ലാത്ത അവസ്ഥ. ഇവരുടെ വീട്ടിൽ എത്രയോ ആൾക്കാരുണ്ട്, കൃഷ്ണകുമാറുണ്ട്, വൈഫുണ്ട്, 4 മക്കളുണ്ട്, മരുമകനുണ്ട്, കുഞ്ഞുകൊച്ചുണ്ട്, എല്ലാം ഇല്ലേ, എല്ലാവരും ഇല്ലേ. അപ്പൊ ഒരു സൺഡേ കിട്ടുമ്പോൾ ഒരു ട്രിപ്പ് അമ്മൂമ്മയെ കാണാൻ പോയാലോ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അവർക്കൊന്നും നേരമില്ല. പക്ഷെ അതിനെ നിങ്ങൾ ന്യായീകരിക്കും, അവരെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് ന്യായീകരിക്കും. അത് എന്തേലും തുറന്നു പറയുന്ന റിയാക്ഷൻ ചാനലിനെ കുറ്റപ്പെടുത്തും. അങ്ങനെയാണ് ആ പോക്ക്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.